രമേശേട്ടാ അടപ്രഥമം വേണോ? അമ്മ ഉണ്ടാക്കിയതാ, നല്ല മധുരണ്ട്. എനിക്ക് വേണ്ട. സുമിത്ര അങ്ങനെ എപ്പോഴും മധുരം കഴിച്ചോളൂ. സുമിത്രയ്ക്ക് എന്തായാലും ഷുഗർ ഉണ്ടാവും. രമേശേട്ടാ നമുക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ശരിക്കും ഷുഗർ വന്നാൽ കഴിക്കാൻ പറ്റില്ലല്ലോ ഇതൊന്നും. എന്നാ സുമിത്ര അങ്ങനെ പായസവും ലഡുവും ജിലേബിയും ഇങ്ങനെ അടിച്ച് കയറ്റിക്കോളൂ. ജിമ്മിക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ വയ്യ. എന്നാ വീട്ടിൽ എക്സസൈസ് എടുക്കുവോ? അതൊട്ട് ഇല്ലേ. പിന്നെ ഷുഗർ മാത്രല്ല, കൊളസ്ട്രോളും കൂടും സുമിത്രയ്ക്ക്. നാളെ നമ്മളെ ഫുൾ ബോഡി ചെക്കപ്പിന്റെ റിസൾട്ട് വരും. ഡോക്ടറെ കാണാൻ നാളെ പോണം. അപ്പൊ സുമിത്രയ്ക്ക് എല്ലാം മനസ്സിലാവും. ഇരിക്കൂ. ഡോക്ടർ പറഞ്ഞതൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തു. ഞങ്ങളുടെ റിസൾട്ട് ഇതാ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഗ്ലൂക്കോസ് ലെവല് കുറച്ച് കൂടുതലാട്ടോ, 250 ഇപ്പൊ എങ്ങനെയുണ്ട് സുമിത്രേ? നീ ഇന്നലെ പായസം കുടിച്ചപ്പോ തന്നെ ഈ രമേശേട്ടൻ പറഞ്ഞില്ലേ നിനക്ക് ഷുഗർ ഉണ്ടാവുമെന്ന്. 250 ഷുഗർ. കൊളസ്ട്രോള് 300, അതും കൂടുതലാണ്. സുമിത്രയ്ക്ക് കൊളസ്ട്രോൾ ലെവലും കൂടി. സുമിത്ര എന്തെങ്കിലും ഒരു എക്സസൈസ് എടുക്കാറുണ്ടോ? ഈ രമേശേട്ടൻ എപ്പോഴും ജിമ്മിക്ക് വിളിക്കുമ്പോൾ സുമിത്ര അങ്ങനെ മടിച്ചിരിക്കും. എന്നാ വീട്ടിലാണെങ്കിൽ എക്സസൈസ് ചെയ്യൂല. ഞാൻ മരുന്നൊക്കെ എഴുതി തരാം, ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഡോസ് കൂടിയ ഗുളികയാണ്. ഇനി സുമിത്ര മരുന്ന് കഴിച്ച് സുമിത്രേന്റെ ആരോഗ്യമൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോഴും രമേശേട്ടൻ പറഞ്ഞല്ലേ, സുമിത്ര കേൾക്കാഞ്ഞിട്ടല്ലേ ഇതൊക്കെ. ഇപ്പൊ വായിച്ചത് രമേശന്റെ റിസൾട്ടാ. എന്റെ റിസൾട്ടോ? അപ്പൊ സുമിത്രേന്റെയോ? സുമിത്രയ്ക്ക് ഒരു കുഴപ്പമില്ല. ഷുഗറും നോർമലാണ്, കൊളസ്ട്രോളും നോർമലാണ്, ഒക്കെ നോർമലാണ്. ഇതുപോലെ ഇനി അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ആണോ ഡോക്ടറെ? അയ്യോ പാവം രമേശേട്ടൻ, കൊറേ ഗുളിക കഴിക്കേണ്ടി വരൂല്ലേ? രമേശൻ ഇനി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. ഈ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ പകരുന്ന അസുഖമാണോ? ഇത് സുമിത്രയ്ക്ക് കിട്ടേണ്ട അസുഖമായിരുന്നില്ലേ? ഇനിയിപ്പോ ഡോക്ടർക്ക് ഒറ്റ ബ്ലഡ് ടെസ്റ്റ് മാറിയതാവൂ. രമേശേട്ടൻ ഒന്ന് വേഗം നടക്കുക, നമുക്ക് കുറെ മരുന്നൊക്കെ മേടിക്കാനുള്ളതല്ലേ.